കോട്ടയം വൈക്കത്ത് CPI വിട്ട് BJPയിലെത്തിയ മുതിർന്ന നേതാവിനെ CPI ബ്രാഞ്ച് സെക്രട്ടറിയും സംഘവും മർദ്ദിച്ച സംഭവത്തിൽ കേസെടുക്കാതെ പോലീസ്. 6 പതിറ്റാണ്ടിലേറെ CPI അംഗമായിരുന്ന 81-കാരൻ രമാകാന്തനും ഭാര്യയ്ക്കുമാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത്. പോലീസ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. അരപ്പതിറ്റാണ്ടോളം CPIയിലുള്ള പ്രവർത്തനം അവസാനിപ്പിച്ചാണ് KO രമാകാന്തൻ BJPയിൽ ചേർന്നത്. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി എന്നീ നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് രമാകാന്തൻ. പാർട്ടി വിട്ടതോടെ CPI നേതൃത്വത്തിനുണ്ടായ ശത്രുതയാണ് അക്രമത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് രമാകാന്തനെയും ഭാര്യ രാജമ്മയെയും CPI കൊതവറ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി മർദ്ദിച്ചത്. ജാതി അധിക്ഷേപം നടത്തി മുഖത്തും തലയിലും അടിക്കുകയായിരുന്നുവെന്ന് രമാകാന്തൻ പറയുന്നു. നീയൊക്കെ ഏത് പാർട്ടി പോയാലും ഞങ്ങൾക്ക് ഒരു ഇല്ല എന്നും പറഞ്ഞ് കുറേ അവന്മാരിവിടെ ഉണ്ട്. നിന്നെ കണ്ടല്ല ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നടത്തിയത് സിജു ചാണിയിൽ എന്ന് പറയുന്ന CPIയുടെ കൊതവറ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറയുന്നത് ഞാൻ കൂടി താമസിക്കുന്ന ഗ്രാമത്തിലെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ആക്രമണം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് നടപടിയില്ല. രാഷ്ട്രീയ സ്വാധീനത്തിൽ കേസ് ഒതുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആരോപണം. ഇന്നലെ ഞങ്ങൾ BJPയുടെ പ്രവർത്തകർ പോയി ഒരു പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്തി നടപടിയെടുക്കണമെന്നും ശക്തമായി നടപടിയെടുക്കുന്നതിൽ പിന്നീട് അതിൻ്റെ ഭവിഷ്യത്തുകൾ ഉണ്ടാകും എന്നുള്ള ഒരു താക്കീതോടുകൂടി അവർ പോകുന്നു. എന്നാൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു മറുപടി കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. BJP വൈക്കം നേതൃനിരയിലുള്ള രമാകാന്തനെയും കുടുംബത്തെയും ആക്രമിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് BJPയുടെ തീരുമാനം. പാർട്ടി വിട്ടവർക്കെതിരെയുള്ള CPIയുടെ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നും BJP നേതൃത്വം ആവശ്യപ്പെട്ടു. ജനം, കോട്ടയം.